ഇറാനെതിരെയുള്ള സൈനിക നടപടികൾ അവസാനിപ്പിക്കുന്നത് പരിഗണനയിലാണെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നു. യുഎസ് തങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് തൊട്ടരികിലെത്തിക്കഴിഞ്ഞു. ഇറാന്റെ പ്രതിരോധ ആണവ സംവിധാനങ്ങളും പൂർണ്ണമായും തകർത്തെന്നും ട്രംപ് പറഞ്ഞു. അതേസമയം ഹോർമുസ് കടലിടുക്കിന്റെ സുരക്ഷ, അതുവഴി ചരക്ക് ഗതാഗതം നടത്തുന്ന രാജ്യങ്ങൾ നോക്കണമെന്നും യുഎസ് ഉത്തരവാദിത്വം ഏൽക്കില്ലെന്നും ട്രംപ് വ്യക്തമാക്കി. ഇതിനിടെ യുഎസിന് സൈനിക താവളങ്ങൾ വിട്ടു നൽകിയ ബ്രിട്ടന് ഭീഷണിയുമായി ഇറാൻ രംഗത്തെത്തി. പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ ജീവൻ അപകടത്തിലാക്കുകയാണെന്ന് വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചി. ശത്രുക്കൾക്ക് നല്ല വർഷമല്ല വരാനിരിക്കുന്നതെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ ഖമനേയിയും വ്യക്തമാക്കി. ഗൾഫ് മേഖലയിൽ ഇറാന്റെ ആക്രമണം ശക്തമായി തുടരുകയാണ്. അജി സുധാ ബിജു ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അജി, അമേരിക്ക യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങൾ തുടങ്ങുന്നുവെന്ന് പറയുമ്പോൾ തന്റെ ലക്ഷ്യത്തിലേക്ക് അമേരിക്ക എത്തിയെന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ? അമേരിക്കയുടെ പദ്ധതികൾ അത് എന്താണെന്നുള്ളത് നമുക്ക് ഇനിയും മനസ്സിലായിട്ടില്ല. പല സമയത്ത് പലതരം പരാമർശങ്ങളാണ് അമേരിക്കയുടെ പല ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇന്നലെ സൈനിക വിഭാഗത്തിൻ്റെ ഇപ്പോൾ മേധാവിയായിട്ടുള്ള ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള കമൻ്റ് എന്ന് പറയുന്നത് യുദ്ധം ഇനിയും കൂടുതൽ നാൾ മുന്നോട്ട് പോകും, യുദ്ധം ഉടൻ അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള കമൻ്റായിരുന്നു. എന്നാൽ ഇന്ന് ട്രംപ് ട്രൂ സോഷ്യൽ വഴി പങ്കുവച്ച ഒരു പോസ്റ്റിലാണ് യുദ്ധം ഉടൻ അവസാനിപ്പിക്കും എന്നുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. അദ്ദേഹം പറയുന്നത് അമേരിക്ക ഇറാനെതിരെയുള്ള സൈനിക നടപടികൾ അവസാനിപ്പിക്കാനുള്ള ആലോചനയിലാണ് എന്നതാണ് ട്രംപ് നിലവിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. അതിന് ചില വ്യക്തമായിട്ടുള്ള കാരണങ്ങൾ കൂടി അദ്ദേഹം അക്കമിട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതായത് യുഎസ് തങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് തൊട്ടരികിൽ എത്തിക്കഴിഞ്ഞു. ഇറാന്റെ മിസൈൽ കപ്പാസിറ്റി അത് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ തങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇറാന്റെ പ്രതിരോധ വ്യവസായ മേഖലയെ പൂർണ്ണമായിട്ടും തങ്ങൾ നശിപ്പിച്ചു. അതുപോലെ ഇറാന്റെ നേവി, എയർഫോഴ്സ്, അതുപോലെ തന്നെ ആൻറ്റി എയർക്രാഫ്റ്റ് വെപ്പണറി സംവിധാനങ്ങൾ ഇവയെല്ലാം ഇല്ലാതാക്കി. പിന്നെ ആണവ സംവിധാനങ്ങൾ അത് പൂർണ്ണമായിട്ടും തകർക്കാൻ സാധിച്ചു. ഇനി യു എസിൻ്റെ ഒരു മേൽനോട്ടം അല്ലെങ്കിൽ യു എസ് അറിയാതെ ഇറാന് തങ്ങളുടെ ആണവ സംവിധാനങ്ങൾ അത് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കില്ല. ആ ഒരു കാര്യങ്ങളും അത് യു എസ് പൂർണ്ണമായിട്ടും അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. മാത്രമല്ല പശ്ചിമേഷ്യയിലെ തങ്ങളുടെ പാർട്ട്നേഴ്സായിട്ടുള്ള ഇസ്രായേൽ, അതുപോലെ സൗദി അറേബ്യ, ഖത്തർ, UAE, ബഹ്റൈൻ, കുവൈറ്റ് എന്നീ രാജ്യങ്ങളുടെ സുരക്ഷയും തങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഉറപ്പാക്കാൻ സാധിച്ചുവെന്നും ട്രംപ് പങ്കുവച്ച ഈ പോസ്റ്റിൽ പറയുന്നുണ്ട്. അതേസമയം അദ്ദേഹം സൂചിപ്പിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് മറ്റു രാജ്യങ്ങളാണ്. ഇതിന് യു എസിന് പ്രത്യേകിച്ച് ഉത്തരവാദിത്തമൊന്നുമില്ല. കാരണം യു എസ് ഇതുവഴി ചരക്ക് ഗതാഗതം നടത്തുന്നില്ല. യു എസിന് ഇതുവഴി യാതൊരു വ്യാപാര താല്പര്യങ്ങളുമില്ല. ഇത് മറ്റ് രാജ്യങ്ങളാണ് ഇതുവഴി വ്യാപാരം കൂടുതലായി നടത്തുന്നത്. അദ്ദേഹം ചൈനയും ജപ്പാനെയും ഒക്കെയാണ് ഇതിന് ഉദാഹരണങ്ങളായി എടുത്തു പറഞ്ഞത്.